ടെക് ലോകത്തെ വാർത്തകൾ. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പേറ്റന്റ് ഫയലിംഗ് ലോകത്ത് 5ാം സ്ഥാനത്തെത്തി ഇന്ത്യ. 1ാം സ്ഥാനത്തുള്ളത് ചൈന. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ ഈ വൻ കുതിച്ചുചാട്ടം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2024-25 വർഷങ്ങളിൽ മാത്രം 64% എന്ന തകർപ്പൻ വാർഷിക വളർച്ചാ നിരക്കാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മാത്രം ഇന്ത്യ 929 ജെൻ എ പേറ്റന്റുകൾ പ്രസിദ്ധീകരിച്ചു. അതായത് 2014 മുതൽ 2023 വരെയുള്ള മുൻ ദശകത്തിൽ ഇന്ത്യ ആകെ നേടിയ 1350 പേറ്റന്റുകളുടെ 70% വരും ഈ ഒറ്റയടിക്ക് നേടിയ വളർച്ച. എന്നാൽ ഈ ആഗോള മത്സരത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. 2024-25 കാലയളവിൽ മാത്രം 43,383 പേറ്റന്റുകളാണ് ചൈന നേടിയത്. സമ്പദ് വ്യവസ്ഥയ്ക്കും ടെക് വിപണിക്കും വൻ സാധ്യതകൾ നൽകുന്ന നേട്ടമാണ് ഇന്ത്യയുടേത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ സമഗ്രമായ ഊർജ്ജ സംഭരണ വിപണി കീഴടക്കാൻ ഒല ഇലക്ട്രിക് പുതിയ ശക്തി പോർട്ട്ഫോളിയോ ഔദ്യോഗികമായി പുറത്തിറക്കി. വീടുകൾ മുതൽ വൻകിട വ്യവസായ സമുച്ചയങ്ങൾക്കും ഗ്രിഡ് സ്കെയിൽ ആപ്ലിക്കേഷനുകൾക്കും അനുയോജ്യമായ 3 ടയർ ബിസിനസ് മോഡലാണ് ഒല അവതരിപ്പിച്ചിരിക്കുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കായി ശക്തി ജെൻ 2, വാണിജ്യ സ്ഥാപനങ്ങൾക്കായി ശക്തി റാക്ക്, വൻകിട എനർജി സ്റ്റോറേജിനായി മഹാശക്തി എന്നിവയാണവ. ഒല സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ലിഥിയം അയൺ ഫോസ്ഫേറ്റ് സെൽ ടെക്നോളജിയിലാണ് ഈ ശക്തി സീരീസ് പ്രവർത്തിക്കുക. ശക്തി എനർജി സ്റ്റോറേജ് സിസ്റ്റം വീടുകളിൽ ഉപയോഗിക്കുന്നതിലൂടെ വൻകിട ഉപകരണങ്ങൾ പോലും തടസ്സമില്ലാതെ പ്രവർത്തിപ്പിക്കാനും രാത്രികാലങ്ങളിൽ സോളാർ വൈദ്യുതി ഉപയോഗിച്ച് മാസാന്ത കറണ്ട് ബിൽ വലിയ തോതിൽ കുറയ്ക്കാനും സാധിക്കും. സ്മാർട്ട് ഫോൺ ആപ്പ് വഴി വീട്ടിലെ വൈദ്യുതി ഉപയോഗവും ബാറ്ററി ശേഷിയും വിരൽത്തുമ്പിൽ നിയന്ത്രിക്കാമെന്നതും ഒരു ഹോം അപ്ലയൻസ് പോലുള്ള ഭംഗിയുള്ള ഡിസൈനുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. പെട്രോൾ പമ്പുകൾക്കും ചെറുകിട കടകൾക്കും ചെലവേറിയ ഡീസൽ ജനറേറ്ററുകൾക്ക് പകരമായി ലാഭകരമായ ഒരു ഊർജ്ജ സംഭരണ മാർഗമായും ഇത് പ്രവർത്തിക്കും. ഇലക്ട്രിക് സ്കൂട്ടർ വിപണിക്കപ്പുറം ഊർജ്ജ മേഖല ഭരിക്കാനിറങ്ങുന്ന ഒലയുടെ ഈ തന്ത്രപരമായ ചുവടുവെപ്പ് ഓഹരി വിപണിയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും മാറ്റം വരുത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. OnePlus ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്നത് വ്യാജ പ്രചാരണമെന്ന് കമ്പനി. സാധാരണ രീതിയിൽ തന്നെ തുടരുമെന്ന് വിശദീകരണം. പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന വാർത്തയുടെ തുടക്കം ബ്ലൂംബർഗ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ നിന്നായിരുന്നു. ഓപ്പോയുടെ സബ്സിഡിയറിയായ OnePlus വളർന്നുവരുന്ന ചെലവുകളും ആഗോളതലത്തിലെ വിൽപ്പന മാന്ദ്യവും നേരിടുന്നു. അതിനാൽ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനരഹിത വാർത്തയാണെന്നും മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ ഇത്തരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും OnePlus ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം OnePlus യൂസേഴ്സിന്റെ പ്രിയപ്പെട്ട സിഗ്നേച്ചർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഓക്സിജൻ OS നിർത്തലാക്കിക്കൊണ്ട് ഓപ്പോയുടെ കളർ OS ഇനി മുതൽ OnePlus ഫോണുകളിൽ ഉപയോഗിക്കുമെന്ന നിർണായക മാറ്റവും കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.